ആരാരോ രാരോ ആരിരാരിരാരോ ആരിരാരിരാരോ ആരാരോ രാരോ ആരിരാരിരാരിരാരിരോ ആരിരാരിരാരോ ആരിരാരിരാരിരാരിരോ ആരിരാരിരാരോ 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 ആരാരോ രാരോ മുകിലുറങ്ങുവാനായി ഇനിയും അമ്മ പാടാം താലോലം പൂവേ കുളിരു കോരുമീണം കാതിൽ മെല്ലെ മൂളാം താലോലം പൂവേ മാരിവില്ലഴകു നീർത്തി വീശുമൊരു തൂവലായി എൻ്റെ ചാരേ. അവിടെ ആ മൂലയിൽ കൂടി വൃത്തിയാക്കാം. അതെ അതെ, ആ സൈഡും കൂടി ചേച്ചി അതൊക്കെ അവര് ചെയ്തോളും. ആ സൈഡ് അവിടെയും കണ്ടോ കുറെ മാറി കിടക്കുന്നത്, അതൊക്കെ ഒന്ന് വൃത്തിയാക്ക. ഇച്ചിരി കൂടി വൃത്തിയാക്ക, ആ മൂലയിൽ കൂടി ഒന്ന് വൃത്തിയാക്ക. ഞാനെന്തായാലും ഫസ്റ്റ് അടിക്കാൻ പോകും. ബെല്ലടിക്കുന്ന കേട്ടിട്ട് പിള്ളേരെ നിങ്ങൾക്ക് ഇതൊന്ന് എടുത്തൂടെ? ആ പോയി എടുക്ക്. എന്തോ പറയാനാ. ഹലോ ഹലോ അളിയ, ഞാനാ പറയളിയാ. ഞങ്ങൾ ഇറങ്ങി ഉപകാരം റൂട്ടിലായി. അവിടെ എന്തോ ഈ കാര്യങ്ങൾ ഇവിടെ എല്ലാം റെഡിയാണളിയാ. അപ്പോളിയാ ഇവിടെ അപ്പോളിയാ മാർക്കറ്റ് വരെ പോയി, ഇപ്പൊ ഇങ്ങെത്തും. എന്നാ ഓക്കെ അളിയാ, പെട്ടെന്ന് ഞങ്ങൾ എത്താം. ഓക്കെ അളിയാ, എന്നാ ശരി അളിയാ. ഡേ എന്തുവാ? ആ തലയാണ് എടുത്ത് ആ മൂലയ്ക്ക് വെച്ചേ. നീ അവിടെ ഇരുന്നോ, ഞാൻ ദേ. പോവാ. എന്തുവാ? അവര് കുമാരപുരം ആയെന്ന്. ആ ആയിക്കോട്ടെ, ഇവിടെ എല്ലാം റെഡിയാ. ഇനി തറയും കൂടി വൃത്തിയാക്കിയാ മതി. ബാക്കി എല്ലാം കഴിഞ്ഞു. തറയൊന്ന് വൃത്തിയാക്കാൻ നോക്ക്. സുമേ, ഓ, ആ ഇനി എത്തിയോ? അവര് വിളിച്ചായിരുന്നോടെ? അവരിപ്പൊ വിളിച്ചോളണ്ണ. ഓ, അവരിറങ്ങി, ആ ഇപ്പൊ ഇങ്ങെത്തും. പിന്നെ എടേ അണ്ണ, എന്തുവാടേ? മറ്റേ സാധനം കിട്ടിയണ്ണ. അത് വണ്ടിയിലുണ്ടേ, അത് മതി. പിന്നെ എടുക്കാം. എന്നാ ഇന്ന് വാ. അവിടെ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞോടെ? എന്നെ പിടിക്ക്, എന്നെ പിടിക്ക്. ഞാനിപ്പോ പിടിച്ചേ. ഞാനും പിടിച്ചേ. ശരി. അമ്മാമയോ ഇവിടെ പോവാ. വാടാ വാടാ. പിള്ളേരെ നിങ്ങൾ ഈ അകത്തോട്ട് എങ്ങനെ പോ. വണ്ടി 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 പിള്ളേരെ മക്കളെ ഓ മതി. വാ ചേച്ചി. എടാ മോനെ തുറക്കുന്നില്ലടാ ഇത്. മക്കളെ വാടാ വാടാ, അമ്മാമയെ കാണാ. ശരി, ഇങ്ങോട്ട് വാടി. നിങ്ങൾ ഇവിടെ മക്കളെ, നിങ്ങൾ എല്ലാരും അങ്ങ് അകത്ത് കയറിപ്പോ. അങ്ങോട്ട് പൊക്കോ പൊക്കോ, അങ്ങോട്ട് പൊക്കോ. ഓ, നമുക്ക് ആ അകത്ത് ഒന്ന് വരുമ്പോ ഒഴിഞ്ഞേരെ, കാണാടി. ഒന്ന് ഒഴിഞ്ഞേരെ. എടാ ആ സ്റ്റാൻഡ് അങ്ങോട്ട്. ഇത് ഈ സ്റ്റാൻഡ് മേടിച്ച് അങ്ങ് അകത്തോട്ട് വെക്ക്. അങ്ങ് ബെഡിന്റെ അടുത്തോട്ട് വെച്ചേക്കണേ. അങ്ങോട്ട് അങ്ങ് അകത്തോട്ട് വെച്ചാലേ. അളി അങ്ങ് അകത്തോട്ടൊന്ന് കയറിയേ. എടാ നില്ലടാ മോനെ, ഞാൻ അകത്തോട്ട് കയറാടാ. എടാ അവിടെ പിടിക്കണേ, ആ സൂക്ഷിച്ച് ഇവിടെ പിടിക്കണേ, നോക്കി പിടിക്കണേ. പതുക്കെ. വളരെ പതുക്കെ. ഇല്ല. ആ പിടിച്ചോ പിടിച്ചോ. സൂക്ഷിച്ചോണേ. അങ്ങോട്ട് പോട്ടെ പോട്ടെ പോട്ടെ. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരി, ഇങ്ങോട്ട് തിരി. ശ്രദ്ധിച്ചു പോണേ. അതിൽ ആ ഡോറുണ്ട്, അപ്പണ്ണാ സൂക്ഷിക്കണേ. അളി ഞാൻ അകത്തോട്ട് കയറിയില്ല. ആ ശരി അളിയാ. ആ പോട്ടെ.
എന്നാ അവര് സെറ്റ് ചെയ്യുമ്പോൾ വരാണ്ട ഒത്തിരി സമയം എടുക്കണം. ആ അവരൊക്കെ ചെയ്യട്ടെ. ആ ഓക്കെ അത് പോകാം. നടന്നു പോകണം. ദേ വരുന്നു. ഇതാണ്ടാ ഇത്? നീ നടങ്ങടേ, ഇവിടെ ഉണ്ടടാ. ഓ, ആ അതാണ്ടേ. വാ വാ. ഓ ഭാഗ്യം പൂട്ടിയിട്ടില്ല. ആ ആഹാ, വേറെ സെറ്റപ്പ്. ആ ദേ. എന്താണ് ഇഞ്ഞോടെ ഏടണ്ണേ? എണ്ണ മറ്റേ കുപ്പി ചെയ്തു. ഞാൻ ഗ്ലാസ് ഒക്കെ എടുത്തു. വേറെ ടച്ചിങ്സ് ഒന്നും മേടിച്ചില്ലേ എണ്ണേ? ആ കുറച്ച് ഗ്ലാസ് ഒന്ന് പിടിയാണ്. ആ. Cheers. എന്നാ വാ, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പിന്നെ വന്നു. ആ ഞാൻ വരാം. വാ വാ ഉം. വാ, നമുക്ക് പോകാം. എന്നാ കട്ടക്ക് ഇന്നോണേ എന്നാ കയറി വേണം. വാ, നമുക്ക് അങ്ങോട്ട് മാറി അകത്തോട്ട് പോവാ. ആ എന്നാ ഇനി വാ. വാ ഇങ്ങോട്ടേക്ക്. ഡോക്ടർ എന്ത് പറഞ്ഞളിയാ? ഡ്യൂട്ടി ഡോക്ടർ നോക്കിയിട്ട് ഒന്നും പറയാനില്ലെന്നാ പറഞ്ഞു. അല്ലയാ, ഈ ഒരു കിടപ്പാണ് നമ്മൾ എന്ത് ചെയ്യൂളിയാ? എന്നാ ശിക്ഷയായി. ഇത് വെറും ശിക്ഷയല്ല, കടുത്ത ശിക്ഷയായി. കഴിഞ്ഞ 2-2.5 മാസം ഞാനായി ഭാരം ചുമന്നേ. ഭാരം ചുമന്നോ? ഏ നന്നായി ഒന്നും ഉറങ്ങിയിട്ട് കൂടിയില്ല. ഇനി എനിക്ക് വയ്യ. നിങ്ങൾ എല്ലാരും കൂടി അങ്ങ് തീരുമാനിക്ക്. ഞാൻ എന്തിനു നോക്കണം? എനിക്കിനി പറ്റൂല. ഞാൻ സ്നേഹിച്ചിനോട് പോയാലേ മുഴുവനും എന്നെ തള്ളി പറഞ്ഞതല്ലേ. എനിക്കിനി വയ്യ. അതിന് നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയി നോക്കണം. എല്ലാരും കൂടി അമ്മയെ എന്റെ മണ്ടയിൽ ഇടാനുള്ള പണിയാണ് അല്ലേ? എല്ലാവർക്കും വേണമെങ്കിൽ എനിക്കും മതി. അല്ല പിന്നെ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതാ നല്ലത്. ഒന്നും പറയണ്ട. എന്നാ അങ്ങ് നിർത്ത്, ഒന്നും പറയണ്ട. ടീച്ചറമ്മേ, ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വലിയ ഞാൻ പറ്റും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നന്ദു നിക്കടി, ഇതുകൊണ്ട് എങ്ങോട്ടാ? അതെ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കൊച്ചിനെ. വൃത്തിയില്ലാത്ത സ്ഥലത്ത് പോവരുതെന്ന്. ആഹാ, നീ പോവോ? അവക്ക് അച്ഛമ്മേനെ കണ്ടാലേ തീറ്റ വരൂ. ഇങ്ങോട്ട് വാടി. ഐസ്ക്രീം. അതാ നല്ലത്. പറയാണ്ടിരിക്കണായിരുന്നു നല്ലത്. പെണ്ണുങ്ങളെല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? അളിയൻ എന്നാ തിരിച്ചു പോന്നേ? എനിക്ക് അടുത്ത 15-ന് പോയേ പറ്റൂ.
ബിസിനസ് എല്ലാം ഒരു പരുവായി. അതൊന്നും ഇവിടെ ആർക്കും അറിയണ്ടല്ലോ. നാളെ കാണാം. ഞാൻ കിടക്കാൻ പോവാളിയ. ഉം. ഉം. തള്ള ഈ കിടപ്പിലങ്ങ് തീർന്നിരുന്നെങ്കിൽ എല്ലാം ക്ലിയർ ആയ. ശരിയാ, ഞാനും അത് ചിന്തിച്ചു. ഇനിയുള്ള കാലം ഇതൊന്നും ചുമക്കാൻ എനിക്ക് വയ്യ. ഇതാ ഞാൻ പറഞ്ഞേ, ഇത് കാര്യമായിട്ടൊന്ന് ആലോചിക്കേണ്ട കേസാ. അതെ, സമയം ഒരുപാടായില്ലേ, കിടക്കണ്ടേ? വാ. ആ. അരെ കുണു 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 വർത്താനം. എടി മഞ്ജു, ഞാൻ കിടക്കാൻ പോവാ. എന്താ ഒരു പോകുമ്പഴി ഇതിന്? വഴി എന്ന് വെച്ചാ അണ്ണ ഇങ്ങോട്ട് വാ. വാ. നാളെ തന്നെ ഡോക്ടറുമായിട്ട് സംസാരിച്ച് ഒരു തീരുമാനം എടുക്കണം. അണ്ണ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. ഉം. എങ്ങനെയുണ്ട് അമ്മയ്ക്ക്? വ്യത്യാസമൊന്നുമില്ല സാർ, അതുപോലെ തന്നെ. എല്ലാം ശരിയാവും കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ. BP എങ്ങനെയുണ്ട്? BP ഇപ്പൊ നോർമലാ സാർ. എക്സ്റേ നോക്കട്ടെ. ദാ സാർ. ഓക്കെ. അതെ, എല്ലാം ശരിയാവും കേട്ടോ. ഓക്കെ. അമ്മേ, ഡോക്ടർ പറഞ്ഞേട്ടോ, അമ്മയ്ക്കിപ്പോ ഒരു കുഴപ്പമില്ല കേട്ടോ. ചായ. താങ്ക് യു. ആ, ഞാൻ പ്രൊഫസറെ ഇന്നലെ കണ്ടിരുന്നു. ഓ, അമ്മയുടെ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. ഉം. ലങ്സിന്റെ പ്രോസസ്സിംഗ് കംപ്ലൈന്റ് ആയതാണ് പ്രശ്നം. അങ്ങനെ അത് എന്ത് ചെയ്യും? ഉടനെ തന്നെ ഒരു ക്രിട്ടിക്കൽ ഓപ്പറേഷൻ ആവശ്യമാണ്. ഓ, അത് ശരി. ലങ്സ് വർക്കായി കിഡ്നി ഫംഗ്ഷൻ ആയാൽ അമ്മ ഓക്കെയാണ്, പിന്നെ കുഴപ്പമില്ല. സാറേ, ഞങ്ങളിപ്പോ ഒരു വല്ലാത്ത ധർമ്മസങ്കടത്തില. അതെ, വരുന്ന ഒരു കൊല്ലത്തിനുള്ളിൽ ഞങ്ങളെല്ലാം വിദേശത്ത് സെറ്റിൽ ആവാനുള്ള ശ്രമത്തിലാ. അതിന്റെ പ്രാഥമിക കാര്യങ്ങൾ കൂടി നിർവഹിക്കാനാ ഞങ്ങളുടെ കൂട്ടത്തോടെയുള്ള ഈ വരവ് തന്നെ. ഈ മാസം അവസാനത്തോടു കൂടി സ്വത്ത് കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കി തിരിച്ചു പോകണം. നമുക്ക് വേണ്ടത് ചെയ്യാം. ഓക്കെ ഓക്കെ. വാണ ഞാൻ പിടിക്കും. ഞാൻ പറയാൻ പോവാ. സാറേ സാറേ, ഒരു മിനിറ്റ് സാറേ. സാറ് ഞങ്ങളെ ഒന്ന് സഹായിക്കും. സാറിനോടുള്ള അടുപ്പവും സഹകരണവും കൊണ്ട് പറയുക, സ്വത്ത് എഴുതി വാങ്ങി അവരെ അനാഥാലയത്തിലാക്കി ഇന്ന് പേര് വരാതിരിക്കും. സാറ് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ആ അങ്ങനെ തന്നെ. കാര്യങ്ങൾ എത്ര ഗൗരവമുള്ളതാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് എന്റെ വീട്ടിലോട്ടൊന്ന് വരും, നമുക്ക് സംസാരിക്കാം. ഓക്കെ ഓക്കെ. എന്താ അങ്ങനല്ലേ? ഓക്കെ, ശരി ശരി. വാണ
ആ എത്തിയോ? ആ ആ സാർ വാ, ആ ഓക്കെ കയറിയോ? ആ വാ, നിങ്ങൾ ഇരിക്കും. ആ ഇപ്പോഴേ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. കുടിക്കാൻ എന്തേലും വേണോ? ഓ വേണ്ട വേണ്ട No, വേണ്ട. thanks. വേണ്ട വേണ്ട സാർ. നിങ്ങൾ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണോ? അതെ ഡോക്ടർ, ഇലയ്ക്കും മുള്ളിനും കേടില്ല, അത് സംഗതി ശരിയാക്കി തരണം. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിലേ എനിക്കിതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാം? സാറ് പറഞ്ഞാ മതി. ഞങ്ങളൊരു 5 ലക്ഷം രൂപ തരും. അവിടെ ഒറ്റക്കിടപ്പിടക്കുന്ന ടീച്ചർക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളൊക്കെ ഉണ്ടായിരിക്കാം. അത് വീതം വെച്ചെടുക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. ഈ സംഭവത്തോടു കൂടി നിങ്ങൾ സുരക്ഷിതരാവും, ഒപ്പം ഞാനും സുരക്ഷിതനാവണ്ടേ? എന്താ, ഒരു നിയമസാധ്യതയ്ക്കും പിടികൊടുക്കാതെ വളരെ മനോഹരമായി ഞാനത് നിർവഹിച്ചു. പക്ഷേ എനിക്ക് 50 ലക്ഷം രൂപ വേണം. 50 ലക്ഷം രൂപ. 25 ലക്ഷം രൂപ നാളെ വൈകിട്ട് 4 മണിയാകുമ്പോൾ എനിക്ക് കിട്ടണം. ബാക്കി 25 ലക്ഷം രൂപ രജിസ്ട്രേഷൻ്റെ തലേ ദിവസം കിട്ടണം. സമ്മതമാണെങ്കിൽ നമുക്ക് നീങ്ങാം. ഓക്കെ സാർ. സമ്മതം. ഓക്കെ. സാറേ പറയും അണ്ണ അവിടെ ഇരി. സാറേ സമ്മതമാണ് സാർ. ഓക്കെ സാർ. ഓക്കെ സമ്മതമാണെങ്കിൽ മാത്രം മതി. ഓക്കെ സാർ. ഓക്കെ ശരിക്കും ആലോചിച്ചിട്ട് മതി. അണ്ണ നമുക്ക് അങ്ങോട്ട് വാ. അണ്ണ ഞാൻ പറയാം. അണ്ണ വാ. അണ്ണ വാ. എന്നാലും അണ്ണ, ഒന്ന് ആലോചിക്കില്ല. അതല്ല, കാര്യങ്ങളുണ്ട്. ശരി. സാറേ ഓക്കെ. എന്തായാലും അത് ശരിയാണ്. എന്ത് പണം കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യം അണ്ണ 50 ലക്ഷം പോകുന്നത് കാര്യമാക്കണ്ട. ഡോക്ടർ ആകുമ്പം സ്വാഭാവികമായിട്ട് അത് അവസാനിപ്പിച്ചു തരും. പിന്നെ ചടങ്ങുകൾ നടത്തി നമുക്കങ്ങ് പോവാല്ലോ. അതിന് 50 ലക്ഷം രൂപ കൊണ്ടുപോയി അവന്റെ അണ്ണാക്കി തള്ളണോ? പിന്നെങ്ങനെ അണ്ണൻ പറ. രമേശ, അതിന് നമ്മുടെ മുന്നിൽ ഒരുപാട് ടീംസ് ഇല്ലേ? ഇതിന്റെ 4-1 രൂപ കൊടുത്ത് നമ്മളങ്ങ് ഉറപ്പിക്കും. അണ്ണാ, അത് ശ്രദ്ധിച്ചില്ല, അപകടമാ. എവിടെങ്കിലും പാളിയാലേ നമ്മളെല്ലാം തൂങ്ങും. ഇതാവുമ്പോ ഡോക്ടർ വേണ്ടുന്ന കാര്യങ്ങൾ അങ്ങ് കൈകാര്യം ചെയ്തോളും. അണ്ണ എന്റെ കൂടെ നിന്ന് തന്നാ. ഓ, ചുമ്മാ പൈസ കൊണ്ട് കൊടുത്താൽ മതിയോ? ഞാൻ ആ ചെറുക്കന്മാരെ ഒന്ന് വിളിക്കട്ടെ. അണ്ണ ഇതെന്തോന്ന് കാണിക്കുന്നു? കുളമാക്കി അടങ്ങും. അണ്ണാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അണ്ണാ, ഇതൊന്നും വലിയ കാര്യമല്ല. ഇങ്ങനൊരു ചിന്ത ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞുകൂടായിരുന്നു. അണ്ണാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്ക് നാട്ടിൽ നിന്നാ പോരാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോണം. അതിന് ഞാൻ അതിനെന്താ, നമ്മളാരും ആരെയും ഒന്നും ചെയ്യുന്നില്ലല്ലോ. അണ്ണാ, ഞാൻ എന്തായാലും തീരുമാനം. അണ്ണ വണ്ടിയിലോട്ട് കയറ്. വാ അണ്ണ കയറ്. കേറണ്ണ, നമുക്ക് സംസാരിക്കാം. നോക്കിക്കൂടായിരുന്നു. 1 ലക്ഷം എന്ന് പറയുമ്പോൾ ഉടനെ അങ്ങ് കൊടുക്കുകയാണ്. എന്താന്നടേ ഇത്, കുഴിച്ചെടുക്കുക? അണ്ണ പൊടിക്കൊന്ന് അടങ്ങണം. ഓക്കെ. മുരളിയേ, നീ കൃത്യസമയത്ത് തന്നെ ആന്നല്ലോടെ. ആ, നമ്മുടെ ജോലി അല്ലയോ? എന്തായി? എല്ലാം ഓക്കെ അല്ലയോ? എല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ എഴുതിയിട്ടുണ്ട്, വായിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ശരി. ഓഹോ, വായിച്ചും കഴിഞ്ഞോ? ആ, എന്തായി? നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞു. 18-ാം തീയതി രജിസ്ട്രേഷനാ. 18-ാം തീയതി? ഓ, ആവട്ടെ. അപ്പൊ 18-ാം തീയതി കാണാം. ഓക്കെ. നാരായണ, ഒന്ന് ശരിയായാ മതിയായിരുന്നു. വാണ. ഹലോ ഹലോ സാറേ, ഞാൻ ഇറങ്ങി. എന്നാ ഒരു കാര്യം ചെയ്യും,
കിഴക്കൻകര റൂട്ടിലേ കലങ്ങിന്റെ അടുത്ത് വന്നിട്ട് എന്നെ ഒന്ന് വിളിക്കും. ഓക്കെ? ഓക്കെ ഓക്കെ, വിളിക്കാം സാർ. ആ ആ സാർ, ഓക്കെ. ഓക്കെ. ഓ ശരി സാർ. എടി നീ ഒന്ന് വേഗം വരൂ. എനിക്ക് എന്തോന്നു താമസം? ഹലോ. ഓക്കെ ഓക്കെ. എന്താ കളിയാ? എന്താടേ? രജിസ്ട്രേഷൻ തിങ്കളാഴ്ച നടക്കൂ. തിങ്കളാഴ്ചയോ? ആ എന്ത് പറയാനെന്ന് പറ. അതെ. ഏ ദാ വരുന്നല്ലയാ. എന്തെല്ലാം കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാ ഇതിന് വന്നോന്നറിയാമോ? ഒന്നും നടപ്പുമാർഗമില്ല. എന്താടി എന്ത്? ഇനിയിപ്പോ അത് പറഞ്ഞ് അവിടെ നിന്നിട്ട് എന്താ കാര്യം? ആകെ ബോറായി. എടി നീ കാര്യം പറ. എന്ത്? എന്തായാലും 3-4 ദിവസം എടുക്കും. നമുക്കൊന്ന് വീട് വരെ പോയാലോ? ഒരു ചേഞ്ച് ആവുമല്ലോ. എന്നാ പിന്നെ അങ്ങനെ തന്നെ നീ റെഡിയാണ്. ഓക്കെ ഓക്കെ. അളിയോ അളിയാ അളിയോ ഉം. അളിയ, അതായതേ ഞാനേ ഉം, ഉം. ഉം, രജിസ്റ്റാർ ഇല്ലാതെ എന്തായാലും രജിസ്ട്രേഷൻ നടക്കത്തില്ല. ഉം. ഇന്ന് വ്യാഴം, വെള്ളി, ശനി, ഞായർ 3 ദിവസം നമ്മൾ ഇവിടെ തങ്ങിയിട്ട് കാര്യമില്ലേ? അമ്മയെ നോക്കാൻ സുമേ ആൻസിയൊക്കെ ഉണ്ടല്ലോ. അതിന് ഞാൻ എവളെയും കൂട്ടി വീട് വരെ ഒന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചു. അത് ശരി, അതൊരു നല്ല കാര്യമാണ് രമേശ. ഞാനും അപ്പോഴത്തേന് വീട്ടിലൊന്ന് പോയിട്ട് വരാം. ചില പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. നീ ഒന്ന് റെഡിയാവും. നമുക്കും വീട് വരെ ഒന്ന് പോയിട്ട് വരാം. നിനക്കെടുത്തേക്ക് ഇതിന്റെ ഒരു പരിധിയില്ല. ഇവളും ഇത് തന്നെ പറയുന്നേ. ഇത്രയും ദിവസം ആശുപത്രിയിലാന്ന് പറഞ്ഞിട്ട് അവിടെ മുതലേ ഉടക്കാം. എന്നാ പിന്നെ അവളെയും കൊച്ചിനെയും കൊണ്ട് പോയിട്ട് വാടാ വീട് വരെ. ഒന്നുകിൽ അതെങ്കിലും നടക്കട്ടെ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആ ജോലി അങ്ങ് ഒതുക്കാം. അതാണ്. ഹലോ, ആ മോനെ, എന്താ മോനെ പറഞ്ഞോ? വാ മോളെ. നടക്കുന്നെന്തു അവരൊക്കെ പോയോ? പോയി. കഴിക്കാനൊന്നും നിന്നില്ല, വഴിന്ന് കഴിച്ചോളാന്ന്. അത് ശരി. എല്ലാം ഓക്കെ അല്ലേ? ആൻസി എവിടെ? ഡ്രസ് മാറുന്നു. ഓ, ഡോക്ടർ കുറച്ചു മുമ്പ് വിളിച്ചായിരുന്നു. അവരോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഓ, എന്തോ ഒരു മരുന്നുകൂടി ഉണ്ടെന്ന്. അമ്മേ, അമ്മേ, ഞങ്ങൾ ഇവിടെ വീട്ടിലേക്കൊന്ന് പോവുക. ഇവർ രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ, അവര് നോക്കിക്കോളും കേട്ടാ. പോയിട്ട് വരട്ടെ. പോട്ടെ അമ്മേ. എന്നാ പോവാം. വാ, ഇപ്പൊ തന്നെ സമയം 4 അങ്ങ് എത്തുമ്പോ 7 മണിയെങ്കിലും ആവും. ലേറ്റാവണ്ട. ഇവിടെ വാടി. ശരി ശരി, വാ മോളെ. അമ്മേ, അവരുടനെ വരും കേട്ടോ. ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ?
സുമേ ഡേ ലൈറ്റ് ഇട്ടിട്ടില്ലല്ലോ. ഇവളിതോടെ പോയി? ഡേ സുമേ. അയ്യോ, സുമേ. ഈശോയെ. അമ്മേ അമ്മേ. അയ്യോ സുമേ. അയ്യോ സുമേ. ഡേ. അയ്യോ അമ്മേ. അയ്യോ. ഹലോ ഹലോ മനോജ് സാറേ. അമ്മ കാണുന്നില്ല സാർ. സുമ ആരും കെട്ടിയിട്ടേക്കുന്നു. ഹലോ, ഒന്ന് കേക്കാൻ വയ്യല്ലോ. ഹലോ 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 ആൻസി. ഹലോ 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 ആൻസി. ഹലോ. എന്താ മനോജേട്ടാ? ആൻസിയുടെ ഫോൺ വന്നു. അവള് പറഞ്ഞു ഒന്നും വ്യക്തമല്ല. അങ്ങോട്ട് വിളിച്ചിട്ടാണ് എടുക്കുന്നു. ഓ, അവിടെ ഒന്നും ഇല്ലെന്നേ. എന്താ മോനെ, എന്തു പറ്റി? ആരെയായി വിളിക്കുന്നേ? എന്താടി, എന്താ പറ്റിയേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീട്ടിൽ നിന്ന് വിളി വന്നു. പറഞ്ഞു ഒന്നും വ്യക്തമല്ല. തിരിച്ചു വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. എന്തോ കുഴപ്പമുണ്ടെന്നാ തോന്നുന്നു. ശ്ശേ. ഒരു കാര്യം ചെയ്യാം, കുഞ്ഞിവിടെ നിൽക്കട്ടെ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ഇപ്പോഴല്ലേ അവിടെ ഇങ്ങോട്ട് വന്നേ? മോളെ നീ ഒന്ന് ചെല്ലു മോളെ. അമ്മയോടെ വയ്യാതെ കിടക്കുവല്ലേ. നിനക്കും വയസ്സാകുവേ, അപ്പളേ നിനക്കത് മനസ്സിലാവുള്ളൂ. മക്കളെയും കൊച്ചുമക്കളെയും പോറ്റി വളർത്തിയത് അവരാ. അവരുള്ള കാരണം ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അത് ശരിയാ. മോൻ എന്തായാലും അവിടെ വരെ ഒന്ന് പോയിട്ട് വാ. ചെല്ലടി, ഒന്ന് പോയി വിവരം അറിഞ്ഞിട്ട് വാ. ചെല്ല്. എന്തൊരു കഷ്ടം. എന്ത് എടുക്കാൻ മോളെ. അമ്മയ്ക്കൊന്നും ആകാതിരുന്നാ മതിയായിരുന്നു. ഈശ്വര, അവിടെ എന്താണോ? നീ ടെൻഷൻ ആവണ്ട, ഞാൻ നോക്കിക്കോളാം മോളെ. മോളെ നന്ദു, അമ്മ പോയിട്ട് വരട്ടെ. ഉമ്മ പോട്ടെ അമ്മ. അച്ഛാ ശരി. വേഗം പാടി പോയിട്ട് വാ. വരൂല്ലേ? സൂക്ഷിച്ചു പോണേ. ചേട്ടാ, കാണുന്നില്ല. ആൻസി, അമ്മേ. അയ്യോ, ഇതാരാ? അമ്മേ. സുമേ. സുമേ. അയ്യോ ആൻസി. അമ്മ ഇവിടെ. സുമേ. ചേട്ടാ. ഹലോ ഹലോ അളിയ. അമ്മ കാണുന്നില്ല അളിയ. ബോധമില്ലാതോ? ഞാനിവിടെ എല്ലാം നോക്കുക. അമ്മയെ കാണാനില്ല അളിയ. അളിയനൊന്ന് വേഗം വരുമോ? കഥകളെല്ലാം തുറന്നു കിടപ്പുണ്ട്. ഞാൻ എല്ലായിടത്തും നോക്കാം. അജി ഒന്ന് പെട്ടെന്ന് വരുമോ? വേഗം പറഞ്ഞാളിയാ. ശരി ശരി, ഞാൻ ഉടനെ വരാം. ആൻസി. ആൻസി എന്ത് പറ്റി? പ്രശ്നം? എടി, എന്തോ വിഷയമുണ്ട്. നീ ഒന്ന് പെട്ടെന്ന് റെഡിയാവും. തെച്ചിക്കോട്ട് വരെന്ന് പോണം. ചെല്ല്, ഒന്ന് റെഡിയാവ്. ചില പരിപാടികളൊന്നും അറേഞ്ച് ചെയ്യാനോ?
ഹലോ ഹലോ അപ്പോണ്ണ നിങ്ങൾ എവിടാ? ഹലോ എടോ അപ്പോണ്ണ നിങ്ങൾ എവിടാ? ഞാനിവിടെ വീട്ടിലുണ്ട്. എന്താടേ? അണ്ണാ തെച്ചിക്കോട്ട് അമ്മയെ കാണാനില്ലെന്ന്. എണീക്കാൻ വയ്യാത്ത അവരിത് എവിടെ പോനാ ഈ നേരത്ത്? അണ്ണാ അണ്ണാ നിങ്ങൾ എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചോ? എന്തോണി? പിന്നെ ആരാ? ആ ഇനി ആ ഡോക്ടറും കാണും. കാശ് മേടിച്ചിട്ടോ? നീയല്ലേ അതൊക്കെ ഏർപ്പാടാക്കിയത്? എനിക്കൊന്നും അറിയില്ല. വിളിച്ചു നോക്കും. അണ്ണാ ഞാൻ 2-3 വട്ടം വിളിച്ച് അയാളെ കിട്ടുന്നില്ലെന്നേ. നാശം. ഏതായാലും നീ വീട്ടിലോട്ട് ചെല്ല്, ഞാനങ്ങെത്താം. തിരിച്ച് അത്രയും ദൂരം യാത്രയുണ്ട്. സ്വസ്ഥത കളയാനായിട്ട് ഓരോന്നും കൊണ്ട് അണ്ണാ ഞാനൊന്ന് ഡ്രസ് മാറുന്ന താമസമേ ഉള്ളൂ. ദാ ഇറങ്ങി. എടിയേ എന്തുവാ? എന്തേലും ആ സെഡേഷന്റെ ആണ് കേട്ടോ. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ ശരിയാവും. ശരി. ഓക്കെ. നീ ഇവിടെ ഇരി. ഇരിക്കും. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സാർ. ഓക്കെ. അപ്പൊ ആൻസി വരുമ്പോ സുമ ബോധമില്ലാതെ കിടക്കുമായിരുന്നു അല്ലേ? അതെ സാർ. അപ്പുറത്ത് ആ. ഞാൻ ആകെ ടെൻഷനായിരുന്നു സാർ. BP ഉണ്ട് എനിക്ക്. 2 ദിവസമായി മരുന്ന് കഴിച്ചിട്ട് BP കൂടിയതാന്ന് തോന്നുന്നു സാർ. ഒന്നും എനിക്ക് ഓർമ്മയില്ല. ആകെ ടെൻഷനായി പോയി. ഞാനൊരു ടാബ്ലറ്റ് തരാം. ശരി സാർ. ഓക്കെ. ഇതിന്ന് ഒരെണ്ണം കഴിക്കാം. ഓക്കെ. ആ അളിയനായിരിക്കും. ഞാൻ വിളിച്ചായിരുന്നു. ഇതാകെ വഷളായ സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. മെമ്പറെ കൂടി ഒന്ന് വിളിക്കാം. റഹീംകുട്ടി ആവുമ്പോ കാര്യങ്ങൾ കുറെ കൂടെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യും. എന്റെ നല്ല സുഹൃത്ത്. ആയിക്കോട്ടെ. ഞാൻ അയാളോട് കാര്യം പറയാം. അതാ എന്റെ റൂട്ട്. അത് വേണോ? അത് വേണം. ഇത് മിസ്സിംഗ് കേസാ. അല്ലെങ്കിലേ നമ്മളെല്ലാം തൂങ്ങും. അത് വേണോ അളിയാ? വരട്ടളിയാ. കുട്ടി മെമ്പറെ. ഞാനെന്തായാലും നമ്മുടെ സിയോടൊന്ന് വിളിച്ചു പറഞ്ഞു. എന്തായാലും മിസ്സിംഗ് കേസ് അല്ലേ? അതെ അതെ. പോരാത്തത് നമ്മുടെ ടീച്ചറും. അദ്ദേഹം കോട്ടയത്തിന് പോയിരിക്കുക. എത്തിയിട്ടില്ല. നാളെ രാവിലെ എത്തിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹൗസ് മൈഡ് എവിടെയാ? ഭാഗത്തുണ്ട്. ബാ. അവരല്പം നെർവസ് ആയിരിക്കും. സുമേ ഇതാ പാർട്ടിയല്ലേ? എങ്ങനെയുണ്ട് സുമേ? തലയ്ക്ക് ഭയങ്കര പെരുപ്പ് സാറേ. നോക്കട്ടെ. അല്ലാത്തൊരു കറക്കം പോലെ. കുഴപ്പമില്ല, അതങ്ങ് മാറും. തലയ്ക്കൊരു പെരുപ്പുണ്ട് ഇപ്പോഴും. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? ആൻസി സ്കൂട്ടറെടുത്ത് പോയി പുറത്തോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോ ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടു. മുറ്റത്ത് ഒരു സ്കൂട്ടർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ഞാൻ കതവ് തുറന്ന് നോക്കുമ്പോ ആരാ? ആ അടുക്കളയില. വരാൻ പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു. ഗ്യാസിനൊരു ലീക്ക് ഉള്ളതുപോലെ. ഇടയ്ക്കിടയ്ക്ക് വല്ലാത്ത സ്മെല്ല് വരുന്നുണ്ട്. അത് ഞാൻ ശരിയാക്കട്ടെ. അതോടെ ഒന്ന് നോക്കണേ. നോക്കാം. കിച്ചൺ എവിടാ? വേണ്ട അവിടെയാ. എന്താ അതാരാ? പിന്നീട് ആരോ എന്റെ മുഖത്തേക്ക് ശക്തിയായിട്ട് പിടിച്ചത് എനിക്ക് ഓർമ്മ. 3-4 പേര് പിന്നെ വീട്ടിലോട്ട് കേറി വന്ന് ടീച്ചർ കിടക്കുന്ന റൂമിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു.
എനിക്ക് ഓർമ്മയില്ല. ഏതായാലും സി എസ് ആർന്ന് വന്നോട്ടെ. അതെ അതെ. പിന്നെന്താന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാം. എന്താ സുമ പറഞ്ഞ കാര്യങ്ങള് അദ്ദേഹത്തിനെ ഒന്ന് ബോധ്യപ്പെടുത്തണം ഇപ്പൊ തന്നെ. അതാ അതിന്റെ ശരി. അതെ, അത് മതി. നിങ്ങൾ ഇവിടെ എല്ലാം ചെക്ക് ചെയ്യണം. നമുക്കിവിടെ വേണ്ടപ്പെട്ട കേസാണ്. മെമ്പർ വിളിച്ച് പറഞ്ഞു ആവശ്യമുള്ള ഫോട്ടോസ് എല്ലാം എടുത്തോണം. ഓക്കെ, നിങ്ങൾ കുറച്ച് പേര് ആ വഴിക്ക് വയ്ക്കോ. നിങ്ങൾ ഇങ്ങോട്ട് വരണം സാർ. ആ നേഴ്സാ അല്ലയോ? അതെ, ആൻസി. നിങ്ങൾ ആ മരുന്നും മറ്റും വാങ്ങി വന്നപ്പോ ഇവിടെ ആരുണ്ടായിരുന്നു? അത് അപ്പുറത്ത് സുമയുണ്ടായിരുന്നു സാർ. ഈ ടീച്ചറിന്റെ മുറി പോയപ്പോ ഇവിടെ അമ്മ കിടന്ന സാർ. ഓഹോ, ഓക്കെ. സുമയെ കണ്ടത് അവിടെ തളത്തില് സാർ. ഞാൻ വന്ന് വിളിക്കുമ്പോ ബോധമില്ലായിരുന്നു സാർ. അത് ശരി, തളത്തിൽ കെട്ടിട്ടൊക്കെയായിരുന്നല്ലയോ? അതെ. ഇപ്പൊ അവരെവിടാ? അവിടെ. സാറേ സുമ എത്ര കാലമായി ടീച്ചറോടൊപ്പം? 10-15 വർഷമായി കാണും സാറേ. ഓഹോ, അത്രയും കാലമായോ? എന്താ ഇവിടെ നടന്നത്? പറ. ഇവിടെ ഉള്ളവരൊക്കെ അവരവരുടെ വീട്ടിലേക്ക് പോവുമായിരുന്നു. ഞാനും അമ്മയും മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു. ആൻസി മരുന്ന് മേടിക്കാനായിട്ട് അങ്ങ് പോയി. ഞാൻ കതവും അടച്ചിട്ട് അകത്തോട്ടിഞ്ഞ് വന്ന്. അത് ശരി. നോക്കാം സാറേ. ആ, എന്താ സുമേ? 2 ദിവസം മുമ്പ് രാത്രിയില് പറഞ്ഞ അപ്പുക്കുട്ടൻ സാറും രമേശൻ സാറും കൂടി പറ സുമേ. അവിടെ തളത്തിലിരുന്ന് ചായ കുടിക്കുമായിരുന്നു. ഓഹോ, ചായ കുടിച്ചപ്പോ? അണ്ണാ, വരുന്ന 18-ാം തീയതി നമ്മൾ തീരുമാനിച്ചതുപോലെ രജിസ്ട്രേഷൻ നടക്കും. ഈ മാസം അവസാനത്തോടുകൂടി നമ്മളെല്ലാം വിദേശത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. വീതം കിട്ടിയ വസ്തുവകകൾ പണമാക്കി മാറ്റി നമ്മൾ അവിടെ സെറ്റിലാവും. പിന്നെ അവശേഷിക്കുന്ന ഈ തള്ളെ അനാഥാലയത്തിലാക്കിയാൽ സ്വത്ത് എഴുതി വാങ്ങി അവരെ അനാഥമാക്കി എന്ന് നാളെ സമൂഹം പറയും. അതുകൊണ്ട് ആ അധ്യായം ഇവിടെ അവസാനിക്കണം. അത്രേ ഉള്ളൂ. സംഗതി പ്രശ്നമാണല്ലോ. ഇവരുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങണം. വോയിസ് എല്ലാം റെക്കോർഡാണ് സാർ. അപ്പുക്കുട്ടൻ അല്ലല്ലോ? ഓ, രമേശൻ. സാർ, കാര്യമായിട്ട് തന്നെ അന്വേഷിക്കും.
മെമ്പർ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓ പിന്നെ നാളെ രാവിലെ 10 മണിയാകുമ്പോ എല്ലാരും സ്റ്റേഷനിൽ വരണം. യാത്രാരേഖകളും പാസ്പോർട്ടും എല്ലാരും എടുത്തോണം. എടുക്കാം. 10 മണിക്ക് എന്റെ ഓഫീസിൽ. ഓക്കെ, മറക്കണ്ട. ഇപ്പൊ എന്തായി? കയ്യിലിരുന്നും പോയി, കക്ഷത്തിരുന്നും പോയി. ഗോവിന്ദ. എടി എന്റെ ആ മൊബൈൽ എന്താടി? എന്നാലും ഇവിടെ ഉണ്ടോ എന്തോ. വണ്ടി ഇവിടെ കിടപ്പുണ്ട്, എന്തായാലും കാണുമായിരിക്കും. ലൈറ്റ് കിടക്കുന്നു, ഉണ്ടായിരിക്കും. അണ്ണാ വാടേ, ഇരിക്കടേ. എന്തോന്നണ്ണാ, കുറച്ച് ദിവസമായിട്ട് വിളിയും പറിച്ചിട്ടൊന്നും ഇല്ല. ചേട്ടാ എടിയേ, സിന്ധേച്ചി, മഞ്ജു 2-3 ദിവസം ഞങ്ങൾ പെങ്ങടെ വീട്ടിലായിരുന്നു. ഇന്നലെ വൈകിട്ട് ഇഞ്ഞി പോരും. സുഖാണോ? പിന്നെ സുഖമായിട്ടിരിക്കും. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഇഞ്ഞി പോരും. ഇന്ന് രാവിലെ ചേട്ടത്തെ വിളിച്ചപ്പോഴാ അറിഞ്ഞേ. ഓ, മൂപ്പിലാണ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാക്കിട്ട് അണ്ണ ഇനി പോരുന്നല്ലയോ? പെങ്ങടെ അമ്മായിയപ്പനായി പോയില്ലയോ? 2-3 ദിവസം ചാപ്പാടൊന്നുമില്ല, പെട്ടുപോയിടെ. അമ്മയുടെ കേസിൽ അണ്ണന്റെ ടീമിന് വല്ല ബന്ധമുണ്ടോ? നീ എന്തോടെ പറയുന്നു? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ അവനെ വിളിച്ചു എന്നുള്ള സത്യമാ. അവനിങ്ങോട്ട് വിളിച്ചുമില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചുമില്ല. എന്തായാലും വല്ലാത്തൊരു ചതിയായി പോയി. കൂടെ 50 ലക്ഷവും പോയി. ശവത്തി കുത്താതണ്ണ. എനിക്ക് സംശയം അങ്ങേരെയാ, ആ ഡോക്ടറെ. അങ്ങാര് വാലിന് തീ പിടിച്ച് കണക്കെടുത്ത് ഓടുക. അങ്ങാരെ രാവിലെ കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോകും. രണ്ടുപേരും വർത്താനം പറഞ്ഞിരിക്കുകയാണോ? വാ കഴിക്കാം. എന്തെങ്കിലും കഴിച്ചിട്ടിരിക്കും. ആയിക്കോട്ടെ, എടിയേ, എടുത്തു വെച്ചോ? ഓ, എടുത്തു വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അച്ഛനുണ്ടോ മോളെ? അച്ഛനുണ്ട്. നമസ്കാരം. ഒരു മിനിറ്റ്. സാറേ. മോളകത്തോ അല്ലേ? ഇപ്പോൾ ഇതിലെല്ലാരും ബെയിൽ ഓർഡർ ഉണ്ട്. പാസ്പോർട്ടിന്റെ രേഖകളും ഞാൻ ഓഫീസിൽ ചെന്നിട്ട് കൊടുത്തേക്കും. എന്നാ രജിസ്ട്രേഷൻ? അത് പിന്നെ 18-ാം തീയതി സാറേ. ഓ ശരി. ഇത് രജിസ്ട്രാർക്ക് ഡയറക്റ്റായിട്ട് കൊടുത്താൽ മതി, മാറരുത്. രജിസ്ട്രേഷൻ എന്താ രാവിലെ ഞാനങ്ങ് എത്തിക്കോളാം. ആയിക്കോട്ടെ സാറേ. ഓക്കെ താങ്ക് യു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. ഞാൻ നോക്കാം. ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കാം. ഞാൻ നോക്കാം. ആ കിട്ടി. നിക്കടെ അവിടെ. നമസ്കാരം സാർ. എല്ലാം അമ്മേ ഭഗവതി, ഇനി അദ്ദേഹം ഒന്ന് വന്നാ മാത്രം മതി. ഇന്നെങ്കിലും കുഴപ്പമില്ല, കാര്യം നടന്നാ മതിയായിരുന്നു. അളിയാ, കരുനാക്ക് വളർത്തൊന്നും പറയാതളിയാ. സാറേ. സാറ് വന്നോ? രജിസ്റ്റർ എത്തിയില്ലേ? സാറ് പുറപ്പെട്ടുണ്ട്. ഇപ്പൊ സാറേ ഇരിക്കും സാർ. ഇവിടെ ഇരിക്കാം. ആയിക്കോട്ടെ, നിങ്ങളിരിക്കേ. സ്വത്തുവകളെ വീതം വെച്ചിട്ട് ഈ ആഴ്ച തന്നെ എല്ലാരും സ്ഥലം വിടും ഇല്ലയോ? പോണം സാറേ, 4 മാസമായി വന്നിട്ട്. ബിസിനസ് അല്ല അവിടെ അല്ലേ സാറേ? അല്ലാതെ ഓണം കയറാമൂല എന്തെടുക്കാനാ? എങ്ങനെ? ഇത് ഓണം കയറാമൂല ജനിച്ചു വളർന്ന നാടും വീടും വിട്ട് പുതിയ തലമുറയെ വിദേശത്ത് പൊങ്ങച്ചത്തിന്റെ കൂടാരം കെട്ടി പാർപ്പിക്കുന്നു. കഷ്ടം. എടോ, ഇതെല്ലാം ഒരു കാലത്ത് കുമ്പള പോലെ പൊട്ടും. അന്ന് ഓടി വരാനേ ഈ നാടേ ഉണ്ടാവും. ഇങ്ങനെ ഒരുത്തൻ കാരണോ? ഇരിക്കേ. കുറെ കാശും പോയി നാശം പിടിക്കാനായി. പിന്നെ കുറെ കാശെന്ന് പറഞ്ഞാ എത്ര? 1 ലക്ഷം?
2 ലക്ഷം, 5 ലക്ഷം, 50 ലക്ഷം അല്ലയോ? രോഗശയ്യയിൽ ജീവന് വേണ്ടി മല്ലടിച്ച ഞങ്ങളുടെ ടീച്ചറമ്മയെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ 50 ലക്ഷം കൊടുത്താൽ നിങ്ങൾ ഇത്ര ചീപ്പായി പോയല്ലോ. നിങ്ങൾ കൊടുത്ത 50 ലക്ഷത്തിന് എന്ത് സംഭവിച്ചെന്നറിയണ്ടേ? നോക്ക്. ഇതൊന്നും ആ പാവം ടീച്ചറമ്മയ്ക്ക് അറിയില്ല കേട്ടോ. ടീച്ചറമ്മയെ വെല്ലൂര് കൊണ്ട് ചികിത്സിക്കാൻ നിങ്ങൾ തന്നതാണ് ആ പൈസ എന്നാ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. വെല്ലൂര്? എന്റെ ദൈവമേ. അമ്മേ വാ അമ്മേ വാ. അവിടെ അറിയോ എനിക്ക്? അമ്മ ഇരിക്കാൻ പോ. എങ്ങനുണ്ട് ടീച്ചറെ? വാ സാറേ. ടീച്ചറമ്മേ അങ്ങോട്ടിരിക്കാം. അമ്മേ, അമ്മ പഠിപ്പിച്ചവരാണ് ഇവരൊക്കെ. എടി എനിക്ക് മനസ്സിലായി അവിടെ പോയി അമ്മേ. ടീച്ചറെ. ഇവിടെ ഇരി സാറേ. ആ ഇവിടെ. നമസ്കാരം. എന്താണമ്മേ, സുഖമായിട്ടിരിക്കുന്നോ? ഇപ്പോൾ എങ്ങനെയുണ്ട്? സാർ ദാ സാറേ. ആ, സന്തോഷായി. ആധാരങ്ങളെല്ലാം നിങ്ങൾ വായിച്ച് ബോധ്യപ്പെട്ടല്ലോ അല്ലേ? എല്ലാ ആധാരങ്ങളും ഇഷ്ടദാനമാണല്ലേ? ഓക്കെ. നിങ്ങൾ പറഞ്ഞ പ്രകാരം എല്ലാ സ്വത്ത് വകകളും തുല്യമായി ഇത് വീതിച്ചു വച്ചിട്ടുണ്ട്. അടിസ്ഥാന സ്വത്തായ 1 ഏക്കർ സ്ഥലവും വീടും ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്റർമാരായിട്ടുള്ള ട്രസ്റ്റിനു വേണ്ടി അഗതി മന്ദിരം നടത്തുന്നതിനായി സ്വമനസാലെ എഴുതി വെച്ചിട്ടുണ്ട്. അയ്യോ, ആ, സാക്ഷികളൊക്കെ അല്ലേ? വന്നിട്ടുണ്ട് സാർ. അവരാണ് യഥാർത്ഥ സാക്ഷി. ഞങ്ങളാണ് സാർ. വിരല് കാണിച്ചേ, വിരല് കാണിച്ചേ. എല്ലാവർക്കും അവരവരുടെ വീതം കിട്ടി. ഇനി വിദേശത്തേക്ക് പറക്കാം. അമ്മ ഈ വീട്ടിൽ ഇനി നമ്മളോടൊപ്പം ഉണ്ടാവും. നല്ല ചൊല്ല് തന്നവർ നല്ലതായി വാഴണം. എന്താ? അതെ, ടീച്ചറമ്മയ്ക്ക് ഇനി വേണ്ടത് കരുതലും പരിചരണമാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വീട്ടിൽ വരാം. അതെ. ടീച്ചറമ്മയുടെ കാലശേഷം ഈ വീടും ട്രസ്റ്റും ടീച്ചറമ്മയുടെ പേരിൽ അറിയപ്പെടും. അതെ. എന്താ? അങ്ങനെ തന്നെ. ഓക്കെ. ഇനിയൊരല്പം മധുരാവാം. മുരളി, എല്ലാം റെഡിയാ സാറേ. കിട്ടിയത് ലഡുവാ. ആ തരാലോ. എന്നാ പിടിമോളെ, മക്കളെ കൊടുക്ക.
കടന്നുപോയ ഇന്നലകളിൽ നമുക്കവരെ വേണമായിരുന്നു. അവരുടെ വാർദ്ധക്യത്തിൽ ചേർത്ത് പിടിക്കാൻ നമ്മളും വേണോടോ. ഇങ്ങനെ പോയാൽ നിങ്ങളുടെയൊക്കെ വാർദ്ധക്യത്തിൽ ചേർത്ത് നിർത്താൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? അവർക്ക് പഠിക്കാൻ നമ്മുടെ ജീവിതം ഒരു പാഠപുസ്തകമാകണം. ഒന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ, ഒന്ന് ചേർത്ത് നിർത്തിയാൽ സൃഷ്ടിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഈ ജീവിതം. നന്മയും സ്നേഹവും നിറഞ്ഞ ജീവിതം. ഒന്നുമില്ല മക്കളെ, എല്ലാം നിങ്ങൾക്ക് വേണ്ടിയല്ലേ. വയസ്സായി വയ്യാണ്ടായപ്പോ ആരും ഇല്ലാണ്ടാവുകയല്ലേ. കൊച്ചുമക്കൾക്ക് വേണ്ടി താരാട്ടുപാടി കൊതി തീർന്നില്ലല്ലോ മക്കളെ. എനിക്ക് എല്ലാരും വേണം. എന്നാലും അടിച്ചും പിടിച്ചും എനിക്ക് നിങ്ങളോടൊപ്പം കഴിയണം. അതെന്റെ മോഹമായിരുന്നു. എന്നാലും അതെന്റെ മോഹമായിരുന്നു മോനെ. അത് പക്ഷേ മൂകിലുറങ്ങും